ഓം നമഃശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ പ്രേമ വിവാഹങ്ങളുടെ ലക്ഷണങ്ങൾ പറയാം. സ്ത്രീ പുരുഷന്മാരിൽ പ്രേമം അല്ലെങ്കിൽ പ്രണയം ഒക്കെ ഉണ്ടാകുന്നത് സർവ്വസാധാരണമാണല്ലോ. എന്നാൽ ഇത് എല്ലാവരിലും ഒട്ട് കാണാറുമില്ല. പ്രണയിക്കുന്നവർ എല്ലാവരും പ്രണയിച്ചവരെ തന്നെ വിവാഹം കഴിക്കാറുമില്ല. ചില പ്രണയങ്ങൾ മാത്രം വിവാഹത്തിലേക്ക് എത്തുന്നു എന്നു മാത്രം. ഇതിന് കാരണങ്ങൾ പലതും നമുക്ക് പറയാൻ കഴിയുമെങ്കിലും ഇങ്ങനെ അതായത് പ്രേമിച്ച് പ്രണയിച്ച് വിവാഹിതരാകുന്നവരുടെ ജാതകത്തിൽ ചില ലക്ഷണങ്ങൾ ജ്യോതിഷ ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. ഈ വീഡിയോയിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏതൊരാളെയും പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സഹർഷം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ജാതകത്തിൽ ഗ്രഹനിലയിലെ 1, 5, 7 എന്നീ ഭാവങ്ങളുടെ അധിപന്മാർ പരസ്പരം രാശി പരിവർത്തനം ചെയ്ത് നിൽക്കുക. 2, 7 ഭാവാധിപന്മാർ പരസ്പരം ദൃഷ്ടി ചെയ്ത് നിൽക്കുക. 3, 5, 7 ഭാവാധിപന്മാർ പരസ്പരം യോഗം ചെയ്ത് നിൽക്കുക. 4, 5, 7 ഭാവാധിപന്മാർ 12ാം ഭാവാധിപനുമായി രാശി പരിവർത്തനം ചെയ്ത് നിൽക്കുക. പരസ്പരം ദൃഷ്ടിയുണ്ടാകുക, പരസ്പരം യോഗം ചെയ്ത് നിൽക്കുക തുടങ്ങിയ ഗ്രഹസ്ഥിതികൾ പ്രേമ വിവാഹത്തിന് സാധ്യതയുള്ള ഗ്രഹ സൂചനകളാണ്. ചൊവ്വയും ശുക്രനും പരസ്പരം ദൃഷ്ടി ചെയ്ത് നിൽക്കുന്നതും 7ാം ഭാവത്തിൽ ശുക്രനും ചന്ദ്രനുമായി യോഗമുണ്ടാകുക, ശുക്രനും 5ാം ഭാവാധിപനുമായി യോഗമോ ദൃഷ്ടിയോ ഉണ്ടാകുക തുടങ്ങിയ ഗ്രഹസ്ഥിതികളിൽ ലഗ്നഭാവവുമായോ ലഗ്നാധിപനുമായോ ഏതെങ്കിലും വിധത്തിൽ ബന്ധമുണ്ടാകുന്നതും പ്രണയ വിവാഹത്തിന് സാധ്യത നൽകുന്ന സൂചനകളാണ്. അടുത്തതായി മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും പ്രണയ സാധ്യതകൾ പരിശോധിക്കാം. ആദ്യമായി മേട ലഗ്നക്കാർക്ക് ചൊവ്വ ലഗ്നാധിപനും സൂര്യൻ 5ാം ഭാവാധിപനും ശുക്രൻ 7ാം ഭാവാധിപനുമാണല്ലോ. സൂര്യനും ശുക്രനും പരസ്പരം ശത്രുതയുള്ള ഗ്രഹങ്ങളാണ്. അതിനാൽ 5ാം ഭാവത്തിലോ 6ാം ഭാവത്തിലോ 12ാം ഭാവത്തിലോ ദോഷകരങ്ങളായ ഗ്രഹസ്ഥിതികൾ ഇല്ലെങ്കിൽ മേട ലഗ്ന ജാതകർ പ്രണയ ബന്ധങ്ങളിൽ ചെന്ന് ചാടുകയില്ല. അഥവാ ഇനി പ്രേമ വിവാഹം ഉണ്ടായാൽ തന്നെ ദാമ്പത്യ ജീവിതം എന്നും പ്രശ്ന നിബിഡവും ആയിരിക്കും. ജീവിതത്തിൽ നിറയെ ഗുരുതരമായ പ്രതിസന്ധികൾ ആയിരിക്കുന്നതാണ്. അടുത്തത് ഇടവ ലഗ്ന ജാതകർക്ക് ലഗ്നാധിപൻ ശുക്രനും 5ാം ഭാവാധിപൻ ബുധനും 7ാം ഭാവാധിപൻ ചൊവ്വയും ആണ്. പ്രേമത്തിൻ്റെ കാരകനായ ശുക്രനാണ് ലഗ്നാധിപൻ. ബുധന് ചൊവ്വ സമനും ശുക്രൻ ബുധൻ്റെ ബന്ധുവും ആണ്. ബുധൻ യുവത്വത്തിൻ്റെ പ്രതീകവും ചൊവ്വ സാഹസികത, ഊർജ്ജസ്വലത, പരാക്രമം എന്നിവകളുടെ പ്രതീകവും ശുക്രൻ ഭോഗത്തെയും പ്രതിനിധീകരിക്കുന്ന ഗ്രഹങ്ങളുമാണ്. അതിനാൽ ഇടവ ലഗ്ന ജാതകർക്ക് പ്രേമത്തിനും പ്രേമ വിവാഹത്തിനും സുഖകരമായ ദാമ്പത്യ ജീവിതത്തിനും വളരെ വലിയ സാധ്യതകൾ ഉണ്ടായിരിക്കും. മറ്റ് തരത്തിലുള്ള അനിഷ്ട യോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇടവ ലഗ്നക്കാർക്ക് പ്രേമ വിവാഹത്തിനുള്ള സാധ്യത 100% ആയിരിക്കുന്നതാണ്. അടുത്തത് മിഥുന ലഗ്ന ജാതകർക്ക്
ബുധൻ ലഗ്നാധിപനും ശുക്രൻ 5-ാം ഭാവാധിപനും 7-ാം ഭാവാധിപനുമാണ്. വ്യാഴം 7-ാം ഭാവാധിപനുമാണ്. ബുധനും ശുക്രനും ബന്ധുഗ്രഹങ്ങളും വ്യാഴവും ബുധനും ശുക്രനും സമനുമാകയാൽ മിഥുന ലഗ്ന ജാതകർക്കും പ്രേമത്തിനും പ്രേമ വിവാഹങ്ങൾക്കും സാധ്യത ഏറെയുണ്ട്. ബുധനും ശുക്രനും യോഗം ചെയ്ത് ഏതെങ്കിലും ഒരു രാശിയിൽ നിൽക്കുന്നു എങ്കിൽ സാധ്യത ഏറുകയും ചെയ്യും. 7-ാം ഭാവത്തിലോ ലഗ്നത്തിലോ ആണ് ഈ ബുധ ശുക്ര യോഗമെങ്കിൽ സാധ്യത 100% ആയിരിക്കും. അടുത്തത് കർക്കിടക ലഗ്നത്തിന് ചന്ദ്രൻ ലഗ്നാധിപനും ചൊവ്വ 5-ാം ഭാവാധിപനും ശനി 7-ാം ഭാവാധിപനുമാണ്. ശനിക്ക് 7-ാം ഭാവാധിപത്യം ലഭിച്ചതുകൊണ്ട് കർക്കിടക ലഗ്ന ജാതകർക്ക് വിവാഹം മിക്കവാറും താമസിച്ചായിരിക്കും നടക്കുന്നത്. കാരണം പ്രേമവും കാമവുമൊന്നും ശനിക്ക് ഇഷ്ട വിഷയമല്ല. എന്നാൽ ലഗ്നാധിപനായ ചന്ദ്രനും 5-ാം ഭാവാധിപൻ ചൊവ്വയും മിത്രഗ്രഹങ്ങളാണ്. എന്നാൽ ശനിയും ചൊവ്വയും തമ്മിൽ ശത്രുഗ്രഹങ്ങളും ആയതിനാൽ കർക്കിടക ലഗ്നക്കാർക്ക് നല്ല പ്രേമബന്ധങ്ങൾ ഉണ്ടാകുമെങ്കിലും അതൊന്നും വിവാഹത്തിൽ എത്തുകയില്ല. അഥവാ എങ്ങനെയെങ്കിലും വിവാഹത്തിൽ എത്തിയാൽ തന്നെയും ശനിക്ക് ചന്ദ്രനും ചൊവ്വയുമായുള്ള ശത്രുത നിമിത്തം വിവാഹശേഷം അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമാകുകയും ബന്ധം തകർന്നു പോകുകയും ചെയ്യും. അടുത്തത് ചിങ്ങലഗ്ന ജാതകർക്ക് ലഗ്നാധിപൻ സൂര്യനും 5-ാം ഭാവാധിപൻ വ്യാഴവും 7-ാം ഭാവാധിപൻ ശനിയും ആണല്ലോ. ലഗ്നാധിപനും 5-ാം ഭാവാധിപനും മിത്രങ്ങളായതിനാൽ, അതായത് സൂര്യനും വ്യാഴവും മിത്രങ്ങളായതിനാൽ പ്രേമം നല്ല നിലയിൽ തന്നെ നടക്കുമെങ്കിലും ശനിയും സൂര്യനും തമ്മിൽ കൊടിയ ശത്രുതയിൽ ആയതിനാൽ, അഥവാ വിവാഹം നടന്നാൽ തന്നെയും വിവാഹശേഷം ദമ്പതിമാർ തമ്മിൽ നിരന്തരം അഭിപ്രായ സംഘട്ടനങ്ങൾ തന്നെയാകും ഉണ്ടാകുന്നത്. അടുത്തത് കന്നി ലഗ്ന ജാതകർക്ക് ലഗ്നാധിപൻ ബുധനും 5-ാം ഭാവാധിപൻ ശനിയും 7-ാം ഭാവാധിപൻ വ്യാഴവുമാണ്. ഇവിടെ ബുധനും ശനിയും ബന്ധുഗ്രഹങ്ങളും വ്യാഴം ബുധനും ശനിക്കും സമനും ആകയാൽ വളരെ നല്ല പ്രേമബന്ധങ്ങൾ ഉണ്ടാകുന്നതിനും അത് വിവാഹത്തിലേക്ക് എത്തിച്ചേരുന്നതിനും ശേഷം വളരെ ഉത്കൃഷ്ടമായ ദാമ്പത്യത്തിനും സാധ്യത ഏറെയാണ്. അടുത്തത് തുലാം ലഗ്ന ജാതകർക്ക് ലഗ്നാധിപൻ ശുക്രനും 5-ാം ഭാവാധിപൻ ശനിയും 7-ാം ഭാവാധിപൻ ചൊവ്വയുമാണ്. ഇതിൽ ശനിയും ശുക്രനും ബന്ധുക്കളായിരുന്നാലും ശനിയും ചൊവ്വയും ശത്രുഗ്രഹങ്ങളുമാണ്. ലഗ്നാധിപൻ പ്രേമകാരകനായ ശുക്രൻ ആകയാൽ ഇവർ ജന്മനാ തന്നെ പ്രണയഭാവം അലിഞ്ഞ് ചേർന്നിട്ടുള്ള ലോല ഹൃദയരുമാണ്. പ്രണയ സാഫല്യത്തിനായി എന്തും ത്യജിക്കുവാൻ തയ്യാറുള്ളവരുമാണ്. എന്നിരുന്നാൽ തന്നെയും ഈ ലഗ്ന ജാതകർക്ക് പ്രണയ നൈരാശ്യത്തിനാണ് സാധ്യത ഏറെയുള്ളത്. അഥവാ എങ്ങനെയെങ്കിലും വിവാഹത്തിലേക്ക് എത്തിച്ചേർന്നാൽ തന്നെ ദാമ്പത്യ ജീവിതം ഒട്ടും തന്നെ സന്തോഷപ്രദമായിരിക്കുകയില്ല എന്ന് മാത്രമല്ല അതീവ ദുഃഖകരവും ആയിരിക്കും. അടുത്തത് വൃശ്ചിക ലഗ്ന ജാതകർക്ക് ലഗ്നാധിപൻ ചൊവ്വയും 5-ാം ഭാവാധിപൻ വ്യാഴവും 7-ാം ഭാവാധിപൻ ശുക്രനുമാണ്. ഇതിൽ ചൊവ്വ ഉഗ്രനും ഉന്മാദ സ്വഭാവിയുമാണ്. ശുക്രനും വ്യാഴവും ശുഭഗ്രഹങ്ങളും സൗമ്യ ഗ്രഹങ്ങളുമാണ്. വ്യാഴത്തിന് ശുക്രൻ ശത്രുവാണെങ്കിലും ശുക്രന് വ്യാഴം സമമാണ്. ഈ കാരണത്താൽ വൃശ്ചിക ലഗ്നക്കാർക്ക് നല്ല പ്രേമബന്ധവും നല്ല ദാമ്പത്യവും പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ ശുക്രൻ 12-ാം ഭാവാധിപനും കൂടിയാകയാൽ ഈ ലഗ്ന ജാതകർക്ക് വിവാഹശേഷം മറ്റ് സ്ത്രീകളുമായി അല്ലെങ്കിൽ പുരുഷന്മാരുമായി അവിഹിത ബന്ധങ്ങൾ ഉണ്ടാകുകയും
ആ വഴിയിൽ അമിതമായ ധനവ്യയവും മറ്റും ഉണ്ടാകുകയും പ്രശ്നങ്ങൾ സങ്കീർണങ്ങളാകുകയും ചെയ്യും. അടുത്തത് ധനു ലഗ്ന ജാതകർക്ക്. ലഗ്നാധിപൻ വ്യാഴവും 5-ാം ഭാവാധിപൻ ചൊവ്വയും 7-ാം ഭാവാധിപൻ ബുധനുമാണ്. വ്യാഴവും ചൊവ്വയും ബന്ധുഗ്രഹങ്ങളാണെങ്കിലും ചൊവ്വയ്ക്ക് ബുധൻ ശത്രു ആകയാൽ സാധാരണയായി ഈ ലഗ്നക്കാർ പ്രേമ വിവാഹത്തിന് ഒട്ടും മുതിരുകയില്ല. അടുത്തത് മകര ലഗ്ന ജാതകർക്ക്. ലഗ്നാധിപൻ ശനിയും 5-ാം ഭാവാധിപൻ ശുക്രനും 7-ാം ഭാവാധിപൻ ചന്ദ്രനുമാണ്. ശനിയും ശുക്രനും മിത്രങ്ങളാണെങ്കിലും ചന്ദ്രനോട് ശുക്രനും ശനിക്കും ശത്രുതയുണ്ട്. അതിനാൽ പ്രേമം വിവാഹത്തിനെത്താനുള്ള സാധ്യതകൾ തീരെ ഇല്ലാത്തതും അഥവാ എത്തിയാൽ തന്നെ ശേഷം ദാമ്പത്യ ജീവിതം വളരെ കഷ്ടതരവും ആയിരിക്കും. അതിനാൽ മകര ലഗ്നക്കാർ പ്രേമ ബന്ധങ്ങളിൽ ചെന്ന് ചാടുന്നത് നന്നായി ആലോചിച്ചതിന് ശേഷം മാത്രം ആയിരിക്കുന്നത് നല്ലതാണ്. അടുത്തത് കുംഭ ലഗ്ന ജാതകർക്ക്. ലഗ്നാധിപൻ ശനിയും 5-ാം ഭാവാധിപൻ ബുധനും ബന്ധുഗ്രഹങ്ങളാണ്. 7-ാം ഭാവാധിപൻ സൂര്യന് ബുധന്റെ ബന്ധുഗ്രഹവുമാണ്. കുംഭ ലഗ്ന ജാതകർക്ക് സുഖസ്ഥാനാധിപനും ഭാഗ്യാധിപനും പ്രേമകാരകനായ ശുക്രനും ആകയാലും കുംഭ ലഗ്ന ജാതകർക്ക് നല്ല പ്രേമബന്ധങ്ങൾ ഉണ്ടാകാനും നല്ല വിവാഹ ബന്ധങ്ങൾ ഉണ്ടാകുന്നതിന് ശേഷം നല്ല ദാമ്പത്യ ബന്ധം ഉണ്ടാകുന്നതിനും സാധ്യത ഏറെയാണ്. അടുത്തത് മീന ലഗ്ന ജാതകർക്ക്. ലഗ്നാധിപൻ വ്യാഴവും 5-ാം ഭാവാധിപൻ ചന്ദ്രനും 7-ാം ഭാവാധിപൻ ബുധനുമാണ്. ലഗ്നാധിപനായ വ്യാഴം സംസ്കാരത്തെയും പാരമ്പര്യത്തെയും ഒക്കെ മുറുകെ പിടിക്കുന്ന ഗ്രഹമായതിനാൽ ഈ ലഗ്ന ജാതകർക്ക് പ്രേമ ബന്ധങ്ങളോടും പ്രണയത്തോടുമൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടാകുകയില്ല. എന്നാൽ ഏതെങ്കിലും കാരണത്താൽ പ്രേമ വിവാഹമുണ്ടായാൽ അത് സഫലവും മാതൃകാപരവുമായ ദാമ്പത്യവും ആയിരിക്കും. അടുത്തത് കർക്കിടകം, വൃശ്ചികം, മീനം ലഗ്നക്കാർ. പ്രണയാധിക്യവും വിഷയാസക്തിയും അല്പം കൂടുതൽ ഉള്ളവരായിരിക്കും. ഇടവം, മിഥുനം, കന്നി, കുംഭം ഈ ലഗ്നത്തിൽ ജനിച്ചവർക്ക് മധുരവും സഫലവുമായ പ്രേമ വിവാഹ സാധ്യതയുണ്ട്. പ്രണയം, പ്രേമം, വിവാഹം എന്നീ വിഷയങ്ങൾ ചർച്ച ചെയ്ത ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു. വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. തലക്കുറി, ജാതകം, വിവാഹ പൊരുത്തം, മുഹൂർത്തം, പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് 9625232894 എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.